നമ്മുടെ പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് നമ്മൾ എന്നാണ് ഇപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന S25 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു വീഡിയോ ഞാനെടുത്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞാനിപ്പോൾ എടുത്ത വീഡിയോ. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഇപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ പ്രോ വീഡിയോ എടുക്കണം. പ്രോ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ EMF എടുത്തിട്ട് ഇങ്ങനെ നല്ല ക്ലാരിറ്റി കൂട്ടി, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണം. ഇവിടെ 170 അത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ളിലൂടെ കുറേ ഇത് ഇങ്ങനെ ഇടും. ഉള്ളിലൂടെ കൊണ്ടുപോകുമ്പോൾ അത്ര അത് റിസ്ക്കാണ്. കാരണം എവിടെയെങ്കിലും ഒരു കമ്പ് കെട്ടിക്കഴിഞ്ഞാൽ ക്യാമറ പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൊച്ചു പിള്ളേർക്കിത് വലിയ പിടിക്കാൻ കഴിവുള്ളവർക്ക് കുഴപ്പമില്ല, എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ എന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം പഠിക്കണം. ഇനി നമ്മൾ വീഡിയോ ഓഫ് ആക്കണം. ഇനി നമ്മൾ എന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ എടുക്കണം. ഇനി നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുമല്ലോ, ഇവിടെ പെൻസില്, അതെടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഏറ്റവും ഫാസ്റ്റ് വേണ്ട, നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഇട്ടിട്ട് നമ്മൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരണം. ഇങ്ങനെ ആക്കണം. ഇതിനകം നമുക്ക് ഉള്ളിലൂടെ കുറേ കണ്ടോ, ഇപ്പോൾ സ്ലോ ആയി. ഇപ്പോൾ നിങ്ങൾ ആ സൗണ്ട് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഡിയോ ഇറേസ് ചെയ്ത് കളയാം. അല്ല, നിങ്ങൾക്ക് ഓഡിയോ ഇറേസ് ചെയ്യേണ്ട ബാക്ക് അടിച്ചാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ താഴെ നല്ല സൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. അതെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് ഡൈനാമിക് ഉണ്ട്, ഡോൺ സ്റ്റോപ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മിസ്റ്റീരിയസ് ആണ്. മിസ്റ്റീരിയസിൽ എക്കോ കാണും, നല്ല കുറേ കാണും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന എക്കോ ആണ്. എക്കോ ഇങ്ങനെ ഒരു സോങ്ങാണ്. ഡീപ്പർ നോക്കാം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എക്കോ എടുത്തു. ഇനി നമ്മൾ വീണ്ടും ഒന്ന് ബാക്ക് അടിക്കണം. അപ്പോൾ സൗണ്ട് ട്രാക്ക് ആഡായി. ഇനി നമ്മൾ വീഡിയോ സൗണ്ട് അത് മാക്സ് കുറച്ച് വെക്കണം. എഡിറ്റ് വരുത്തണമെങ്കിൽ ഇവിടെ ഞെക്കണം. നമുക്ക് വട്ടം കൂട്ടാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഇത്ര വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളതിൽ ഒന്നും ചെയ്യണം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ കഴിവിനനുസരിച്ച്. ഇതിപ്പോൾ ഇതെന്നാണെന്ന് നോക്കണേ. ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ എനിക്കിഷ്ടമില്ല ഇതൊന്നും. അത് നിങ്ങൾക്കിഷ്ടം, അതായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉള്ളതുപോലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാനിവിടെ എത്തും. ഇവിടെ ഇച്ചിരി ഞാൻ കുറച്ച് വെച്ചാൽ മതി. ഇവിടെ ഇത്ര പണി ചെയ്താൽ മതി. ഇനി നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുക്കണ്ട, സേവ് കൊടുക്കുക. സേവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇത് മാക്സ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ പോസ് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് 100 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു എഫക്റ്റ് കിട്ടും. ഇതുപോലെയാണ് വീഡിയോ ഞാൻ S25
നോക്കിയാൽ മതി, ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾ കിട്ടും. ഓക്കെ.